നമസ്കാരം. ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 19 തിങ്കൾ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. വാർത്തകൾ വായിക്കുന്നത് ഷമീന, തിരുവനന്തപുരത്ത് നിന്നും. ഡൽഹിയിലെ വൻ സ്വീകരണത്തിന് പിന്നാലെ സ്വന്തം നാട്ടുകാർ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് കരുതിവെച്ചത് മറ്റൊരു ഗംഭീര സ്വീകരണം. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട താരം വഴിയിലുടനീളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്വന്തം ഗ്രാമമായ ഹരിയാനയിലെ ചാർഗി ജില്ലയിലെ ബലാലിയിൽ എത്തിയത് 3.5 മണിക്കൂറിന് പകരം 12 മണിക്കൂർ കൊണ്ട്. നോട്ടുമാലയും തലപ്പാവും അണിയിച്ച് ഗ്രാമ വിനേഷിനെ സ്വീകരിച്ചത് 750 കിലോഗ്രാം ലഡുവുമായാണ്. റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കയറി ആക്രമണം ശക്തമാക്കി യുക്രൈൻ. റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറന്നിരിക്കുകയാണ് യുക്രൈൻ പട്ടാളം. കുർസ്ക് മേഖലയിൽ 50 കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളടക്കം 1150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യുക്രൈൻ നിയന്ത്രണത്തിലാക്കി എന്നാണ് റിപ്പോർട്ട്. ലണ്ടനിൽ എയർ ഇന്ത്യയുടെ ക്യാബിൻ വനിതാ ക്രൂ അംഗത്തെ ഹോട്ടൽ മുറിയിൽ ശാരീരികമായി പീഡിപ്പിച്ചതായി പരാതി. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരിയെ ആക്രമിക്കുകയായിരുന്നുവെന്നും സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അവർക്ക് നിയമപരമായും മാനസികമായും പിന്തുണ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സൗദി അറേബ്യ എംപോക്സ് മുക്തമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. എംപോക്സ് ടൈപ്പ് 1 കേസുകളൊന്നും സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഗോളതലത്തിൽ എംപോക്സ് വൈറസ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സൗദിയുടെ വിശദീകരണം. എന്നാൽ എംപോക്സ് രൂക്ഷമായ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ പാർട്ടി വിടാനുള്ള നീക്കങ്ങൾക്കിടെ പരോക്ഷ പ്രതികരണവുമായി JMM അധ്യക്ഷനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ. അവർ ഗുജറാത്തിൽ നിന്നും അസമിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും നേതാക്കളെ കൊണ്ടുവന്ന് വിഷം കുത്തിവെച്ച് ആദിവാസികളെയും ദളിതരെയും പിന്നാക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിൽ തല്ലിക്കും. അവർ സമൂഹത്തെ മാത്രമല്ല വീടുകളും പാർട്ടികളും പിളർത്തുന്നു. പണം ഉപയോഗിച്ച് അവർ MLA-മാരെ വാങ്ങുന്നു. ഇപ്പോൾ നേതാക്കളും അതിൽ വീണ് പാർട്ടി മാറുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ സഖ്യം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഹേമന്ത് സോറന്റെ വാക്കുകൾ. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി നൽകി മുൻ മുഖ്യമന്ത്രിയും JMM നേതാവുമായ ചമ്പായ് സോറൻ BJP-യിലേക്കെന്ന് റിപ്പോർട്ടുകൾ. 6 MLA-മാരുമായി സോറൻ ദില്ലിയിലെത്തി. ജയിൽവാസത്തിന് പിന്നാലെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ എടുത്തതാണ് ചമ്പായ് സോറനെ പ്രകോപിച്ചതെന്നാണ് സൂചന. തമിഴ്നാട് കൊടൈക്കനാലിൽ മലയാളി യുവാവിന്റെ പരാക്രമം. കഴുത്തു മുറിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശി നാജിയാണ് പരാക്രമം നടത്തിയത്. യുവാവ് മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും അക്രമം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊടൈക്കനാലിലേക്ക് 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് നാജി വിനോദസഞ്ചാരത്തിനായി എത്തിയത്. US-ലെ ടെക്സാസിൽ ഇന്ത്യൻ വംശജയായ കുടുംബത്തിലെ 3 പേർ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ലിയാൻഡറിലെ താമസക്കാരായ അരവിന്ദ് മണി, ഭാര്യ പ്രദീപ അരവിന്ദ്, മകൾ ആൻഡ്രൽ അരവിന്ദ് എന്നിവരാണ് ലംബാസ് കൗണ്ടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ഓടെ INSS അടയാറിൽ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 7 മണിയോടെ മരണം സംഭവിച്ചുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ KSRTC ബസ് കണ്ടക്ടർ മരിച്ചു. കുഴൽമന്ദം നടുത്തറ വീട്ടിൽ K മനോജാണ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. പലിശ സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഈ മാസം 9-നാണ് പലിശ ഇടപാടുകാർ മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ മൊഴി. പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മലയാള സിനിമയിലെ കലാസംവിധായകനും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ഹരി വർക്കല അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 70ഓളം ചിത്രങ്ങളിൽ കലാസംവിധായകനായും പ്രൊഡക്ഷൻ ഡിസൈനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പനിയും ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.
ശബരിമലയിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന ഭസ്മാകുളത്തിനും കാനന ഗണപതി മണ്ഡപത്തിനും തറക്കല്ലിട്ടു. ശബരിമല തന്ത്രി കണ്ഠര് രാജീവര്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നാണ് ഭസ്മകുളത്തിന് തറക്കല്ലിട്ടത്. മകരജ്യോതി ശബരി ഗസ്റ്റ് ഹൗസുകൾക്ക് സമീപമാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത്. ദില്ലിയിലെ നിർഭയ സംഭവത്തെക്കാൾ ഭീകരമായ കുറ്റകൃത്യമാണ് കൊൽക്കത്തയിൽ നടന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം താഴ്ത്തണമെന്നും ഗായിക ചിത്ര. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും പരേതയായ ആത്മാവിന് വേണ്ടി തല കുമ്പിട്ട് പ്രാർത്ഥിക്കുകയാണെന്നും ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ICRT ഇന്ത്യ ചാപ്റ്ററിന്റെ 2024 ഉത്തരവാദിത്ത ടൂറിസം അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരള ടൂറിസം 1ാം സ്ഥാനം നേടി. കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി നടപ്പിലാക്കുന്ന ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് അവാർഡിന് അർഹമായത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ ചികിത്സിക്കുന്നതിനിടെ വനിതാ നഴ്സിംഗ് ഓഫീസർക്ക് നേരെ ക്രൂരമായ ആക്രമണം. സാരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ വലത് കൈക്ക് പൊട്ടലേൽക്കുകയും കണ്ണിന് മുകളിലായി മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 2:02 സംഭവം. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്. താൻ ഭരചന്ദ്രനിൽ നിന്ന് വളർന്നിട്ടില്ലെന്ന വിമർശനങ്ങൾക്ക് പൊതുവേദിയിൽ സിനിമാ ഡയലോഗിലൂടെ മറുപടി പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങൾക്ക് ഭരചന്ദ്രനെയാണ് വേണ്ടതെന്നും ജനങ്ങൾക്ക് തന്നോടുള്ള ഇഷ്ടം ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും സുരേഷ് ഗോപി വിമർശിച്ചു. ഭരചന്ദ്രനായി മാത്രമല്ല തമിഴ് പടം ദീനിയിലെ ആദികേശവനായും സുരേഷ് ഗോപി മാറി. ഈ ചിത്രത്തിലെ തമിഴ് ഡയലോഗു കൂടി പറഞ്ഞാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. ICSI കൊച്ചി ചാപ്റ്ററിന്റെ പരിപാടിയിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ്. റഷ്യൻ സൈനിക സംഘത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃശൂർ ജില്ലയിലെ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. പത്തനംതിട്ട CPM-ൽ വീണ്ടും നടപടി. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും ലോക്കൽ സെക്രട്ടറിക്കെതിരെയുമാണ് പാർട്ടി നടപടി. ഇരുവരെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. ദേവസ്വം ബോർഡ് നിയമന കോഴ ആരോപണത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ നടപടിയെടുത്തത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കൊച്ചുമോനെയും സ്ഥാനത്ത് നിന്ന് നീക്കി. പാർട്ടി ഫണ്ട് തിരിമറി കേസിൽ CPM നേതാവ് മുൻ MLA-യും KDDC ചെയർമാനുമായ PK ശശിക്കെതിരെ CPM നടപടി. PK ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇന്നലെ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. PK ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. ഒരു വാർത്ത കൂടി. കാഫിർ പോസ്റ്റിനെതിരെ ഉത്തരവാദിത്തം UDF-ന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ MV ഗോവിന്ദൻ ശ്രമിക്കുമ്പോൾ CPM-ന്റെ മുഖമാണ് കൂടുതൽ വികൃതമാകുന്നതെന്ന് K സുധാകരൻ MP. കാഫിർ വിവാദം CPM-ന്റെ സമനില തെറ്റിച്ചു. പോലീസിനെ ഉപയോഗിച്ച് എത്ര തമസ്കരിച്ചാലും ഈ പോസ്റ്റിന് പിന്നിലുള്ളത് CPM ആണെന്ന് മാലോകർക്ക് അറിയാമെന്നിരിക്കെ അതിൽ നിന്ന് തടിയൂരാനുള്ള ഓരോ ന്യായീകരണവും CPM-ന്റെ അടിവേരാണ് ഇളക്കുന്നത് എന്നും K സുധാകരൻ വ്യക്തമാക്കി. ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ വാർത്താവായന കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഷിലിൻജി. താങ്ക് യു ഷബീന. പ്രാധാന്യമുള്ള നിരവധി വാർത്തകൾ. നമുക്കിനി CTC-ലേക്ക് പോകാൻ ചെറിയൊരു സമയം ബാക്കി നിൽക്കുന്ന